Good afternoon. Good afternoon, ma'am. Prayer ആരാണ്? Prayer ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഞാൻ പറയാം, ma'am. Okay, എടാ. Thank you for our world. Thank you for the sun up high. Thank you for the trees so tall. Thank you for the flowers that bloom. Thank you for the birds that sing their tune. Thank you for our world, one and all. We thank you, dear God, for our home, for our family, and for our own parents who care and love us true. Thank you, dear God, for all we do. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എടുത്തു. ചാപ്റ്റർ 5 ഡിസ്കസ് ചെയ്തോ? അല്ലെങ്കിൽ ആക്ടിവിറ്റി ചെയ്യാന്നാണോ പറഞ്ഞത് ലാസ്റ്റ് ക്ലാസ്സില്? പോസ്റ്ററിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പോസ്റ്ററിനെ കുറിച്ച് വിശദീകരിക്കാൻ പറഞ്ഞിരുന്നു. ഓക്കെ, നമ്മളോട് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രെങ്ത് ഭയങ്കര കുറവാണല്ലോ. ഓക്കെ, നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ പോസ്റ്റർ? യെസ് മിസ്. ബാക്കിയുള്ളവര് ഫാത്തിമ, അനയ, സൗമ്യ, അഞ്ജിത, അച്ഛന, ബാക്കിയുള്ളവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ പോസ്റ്റർ? മിസ് പോസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷെ കയ്യിലില്ല. ഇപ്പൊ ഞാൻ ഓഫീസിലിരുന്ന് എടുത്തിട്ടില്ല, ചാർട്ട് ആയതുകൊണ്ട്. ഓക്കെ, കൊണ്ട് ക്യാരി ചെയ്യാനാണ്. ഞാനേ സൗദിയിലോട്ട് വരുന്ന തിരക്കിലായിരുന്നു, അപ്പൊ അത് കാരണം എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ എടാ, കയ്യിലുള്ളവര് പ്രസന്റ് ചെയ്യാം കേട്ടോ. ഞാൻ മോനെ പിൻ ചെയ്തിട്ടുണ്ട്. മോന്റെ പോസ്റ്റർ പ്രസന്റ് ചെയ്തോ കേട്ടോ. ഓക്കെ. പ്രസന്റ് ചെയ്യാനായിട്ട് ഉണ്ട്. ക്യാമറ ഓൺ ആവുന്നില്ലേ? കാണുന്നില്ലേ മിസ്? ക്യാമറ ഓൺ അല്ല കേട്ടോ. ക്യാമറ ഓൺ ചെയ്തോ മോൻ? ഞാൻ ഓൺ ചെയ്തിട്ടുണ്ടല്ലോ. ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ആണോ? 1 മിനിറ്റ്, ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കയറി നോക്കാം. നെക്സ്റ്റ് വേറെ ആരെങ്കിലും പ്രസന്റ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? കാണാവോ മാം? എടാ, അത് തലതിരിച്ചാണോ? സോറി. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ മാം. ആരൊക്കെയാണ് ചെയ്തത്? അതെ, നന്നായിട്ടുണ്ടേ. ഓക്കെ. മിസ് കാണുന്നുണ്ടോ? ക്യാമറ ഓൺ ചെയ്താ മോൻ? ഓൺ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ പറ്റുന്നില്ല. സോറി. വേറെ ആരെങ്കിലും പ്രിപ്പയർ ആണെങ്കിലോ പറയാട്ടോ. അഞ്ജിത, പിൻ ചെയ്യട്ടെ. സ്റ്റോപ്പ് മ്യൂട്ട് ആണ്ടാടാ. പിൻ ചെയ്ത മിസ് കാണാൻ പറ്റില്ല. കാണാൻ പറ്റുന്നുണ്ടോ? കാണാട്ടാ. ആണോ? നന്നായിട്ടുണ്ട് കേട്ടാടാ. താങ്ക് യു മിസ്. ഓക്കെ, അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് 10th യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു.
പൊല്യൂഷനെ കുറിച്ചിട്ടുള്ള ചാപ്റ്റർ? ഇല്ലാലോ. വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞാൻ? മാം വാട്ടർ പൊല്യൂഷനെ കുറിച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് വരാൻ പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു. പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? യെസ് മാം. ഓക്കെ, പ്രസന്റ് ചെയ്തോട്ടാണോ? എല്ലാവരും വാട്ടർ പൊല്യൂഷൻ നോട്ട് ചെയ്ത് വെക്കാട്ടോ. എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ഒന്ന് എക്സ്ട്രാ പോയിന്റ്സ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാട്ടോ. ഓക്കെ, പ്രസന്റ് ചെയ്തോട്ടാടാ. Okay, ma'am. Water pollution. Water pollution is a critical issue that affects an ecosystem, human health, and the environment. Water pollution is the contamination of water bodies with a negative impact on their users. It is usually a result of human activities. Water bodies includes lakes, rivers, oceans, aquifers, reservoirs, and groundwater. Water pollution results when contaminants mix with these water bodies, causes industrial waste, chemical, heavy metals, and other pollutions from factories and manufacturing process. Next, agricultural runoff, fertilizers, pesticides, and manure from farms can enter waterways. Domestic sewages, waste water from householders, including human waste and chemicals. Plastic pollutions, microplastics, plastic bags, and other plastic debris. Consequence, harm to aquatic life, human health risk, economic impacts. നന്നായിരുന്നു കേട്ടോ. വേറെ ആരെങ്കിലും വാട്ടർ പൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? Okay, yes, miss. പ്രസന്റ് ചെയ്തോടാ. Good morning, good evening, everyone. Respected teachers and all my dear friends, we all know that one of the most important issue that we all are facing today is pollution. So today I thought of speaking a few words on water pollution. Water pollution, the release of substances into subsurface groundwater or into lakes, streams, rivers, and oceans to the point that the substances interferes with beneficial use of the water or with the natural functioning of ecosystem. In addition to the release of substances such as chemicals, trash of microorganisms, water pollution may include the release of energy in the form of radioactivity or heat into bodies of water. Types and sources of water pollutions. Water body can be polluted by a wide variety of substances, including pathogenic microorganisms, organic waste, fertilizers and plant nutrients, toxic chemicals, sediments, heat, petroleum, oil, and radioactivity substances. Several types of water pollutions are considered below. For a discussions of the handling of sewage and other forms of waste produced by human activities. Okay, thank you. നന്നായിരുന്നു കേട്ടോ. വേറെ ആരെങ്കിലും വാട്ടർ പൊല്യൂഷനെ കുറിച്ച് പ്രിപ്പയർ ചെയ്തവരുണ്ടോ? ഓക്കെ, അപ്പോ നമ്മളുടെ പൊല്യൂഷനില് നമുക്ക് 4 ടൈപ്പ് ഓഫ് പൊല്യൂഷൻ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ഒരു പൊല്യൂഷൻ കൂടി വാട്ടർ പൊല്യൂഷൻ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് വാട്ടർ പൊല്യൂഷനെ കുറിച്ചിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്. അതിന്റെ കോസസും കോൺസിക്വൻസും ഒക്കെയാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ദെൻ നമ്മള് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ആക്ടുകളാണ്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സിൽ വന്നിട്ടുള്ള കുറച്ച് ആക്ടുകൾ അല്ലെങ്കിൽ നിയമങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് പറയുന്നത് ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974 ആണ്. വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974. അന്ന് നിങ്ങൾ ആ ഇയറും എന്താണ് ആക്ട് എന്നുള്ളതൊന്ന്
നോക്കാം. വാട്ടർ പൊല്യൂഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ആക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണമല്ലോ. The Air Prevention and Control of Pollution Act 1981, the Environment Protection Act 1986, the Motor Vehicle Act 1988. അപ്പൊ ഈ 4 ആക്ടുകളാണ് പൊല്യൂഷൻ കൺട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടുകളായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇനി മേജർ ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെറ്റ്സ് ആണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്തെല്ലാമാണ് ഗ്ലോബലി നമുക്ക് എൻവയോൺമെന്റൽ ത്രെറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഭീഷണിയായിട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, എൻവയോൺമെന്റിൽ നമുക്ക് എന്തൊക്കെ ത്രെറ്റ്സുകൾ ഉണ്ട്, എന്തെല്ലാം ഭീഷണികൾ ഉണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓഫ് ദ എക്സിസ്റ്റിംഗ് എൻവയോൺമെന്റൽ ത്രെറ്റ്സ് ദ ഫോളോയിങ് ആർ ദ മേജർ വൺ. നമുക്ക് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് ഇതാണ് മേജർ ആയിട്ടുള്ള എന്ത് എൻവയോൺമെന്റൽ ത്രെറ്റ്സ് എന്ന് പറയുന്നത്. ഡിപ്ലക്ഷൻ ഓഫ് ഓസോൺ ലെയർ. ഓസോൺ ലെയറിൽ വിള്ളൽ വീണു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ? കേട്ടിട്ടില്ലേ? ഉണ്ടാകും അല്ലെ? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൂര്യനിൽ നിന്നുള്ള കിരണങ്ങൾ നേരെ വന്ന് നമ്മളുടെ ഭൂമിയിലേക്ക് പതിക്കും. അത് പല ടൈപ്പ് സ്കിൻ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളും മറ്റ് സൈഡ് എഫക്ട്സുകൾക്കും കാരണമാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഓസോൺ ഡിപ്ലക്ഷൻ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മെഷേഴ്സ് എടുക്കണം എന്ന് പറയുന്നത്. ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചതാണ്. കൊറോണയുടെ സമയത്ത് നടന്നൊരു സംഭവമാണ്. കൊറോണ സമയത്ത് ഫുൾ ലോക്ക്ഡൌൺ ആയിരുന്നു നമ്മുടെ ഭൂമിയിൽ. എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ പ്ലേസിലെയും ഇൻഡസ്ട്രിയൽസ് ഒക്കെ ലോക്ക്ഡൌണിന്റെ ഭാഗമായിരുന്നു. സോ ആ ഒരു സിറ്റുവേഷനിൽ ഈ ഓസോൺ ലെയറിലെ വിള്ളല് ചെറുതായി വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ന്യൂസ് കേട്ടത് ഓർമ്മയുണ്ടോ? അങ്ങനെ ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ? ഓക്കെ. അത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്നുള്ള ഈ ഒരു എന്താ പറയാ കെമിക്കൽസും അതേപോലെ തന്നെ ഇതേപോലത്തെ ഒരുപാട് ഗ്യാസസിന്റെ ഒക്കെ യൂസ് കാരണം ഈ ഓസോൺ ഡിപ്ലക്ഷൻ കൂടി വരുന്നത്. അത് കുറയ്ക്കാനായിട്ട് അങ്ങനെ ലോക്ക്ഡൌൺ വന്നുകൊണ്ട് കാരണമായി. പക്ഷെ നമുക്ക് ലോക്ക്ഡൌൺ കഴിഞ്ഞ് വീണ്ടും അത് കൂടിയെന്നല്ലാണ്ട് വേറെ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ. വേറെ കൂടി വീണ്ടും അതേപോലെ തന്നെ ലോക്ക്ഡൌൺ കഴിഞ്ഞ് വീണ്ടും നമ്മൾ പഴയ പോലെ തന്നെ അല്ലേ ഇപ്പോഴും നമ്മൾ എങ്ങനെയാണ് പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും പഴയ പോലെ തന്നെ. വീണ്ടും ഓസോൺ ലെയറിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് മോശം അവസ്ഥയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഈ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കാതിരിക്കുക, ഗ്രീൻ ഹൗസ് ഗ്യാസസ് കുറയ്ക്കാൻ നോക്കുക, അല്ലെങ്കിൽ എഫക്റ്റ് കുറയ്ക്കാൻ നോക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പൊല്യൂഷൻ കുറയ്ക്കാൻ നോക്കുക, കൺട്രോൾ ചെയ്യാൻ നോക്കുക, എയർ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് നോക്കുക. ഓക്കെ. പിന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എഫക്ട് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് എന്ത്? ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്ട്. എന്താ ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ എമിഷൻ ഒക്കെ. എന്താണ് കാർബൺ എമിഷൻ? കാർബൺ മോണോക്സൈഡ്, മീഥെയിൻ, ഓസോൺ, നൈട്രസ് ഓക്സൈഡ്, ഫ്ലോറോ കാർബൺ. ഇതെല്ലാം കൂടി നമ്മൾ പറയുന്ന ഒരു പേരാണ് എന്ത്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, ഓസോൺ, നൈട്രസ് ഓക്സൈഡ്, ഫ്ലോറോ കാർബൺ. അപ്പൊ ഇതിന്റെയൊക്കെ യൂസ് വരാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാണ് റെഫ്രിജറേറ്റർ, AC, അതേപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫ്ലോറോ കാർബൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. അപ്പൊ ഇതിന്റെയൊക്കെ യൂസ് കൂടുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഈ ഗ്യാസസ് എന്ത് ചെയ്യും? കൂടുതലായിട്ട് ഈ അന്തരീക്ഷത്തിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ ഇതൊരു ലെയർ പോലെ എന്ന് വെച്ചാൽ സൂര്യപ്രകാശം എങ്ങടെ ഭൂമിയിലേക്ക് കടത്തിവിടാതെ ഒരു ലെയർ പോലെ എന്ത് ചെയ്യും? ഇതൊരു ഗോളം പോലെ നമ്മൾ ഇത് ചെയ്യും, കവർ ചെയ്യും. ഒരു ലെയർ പോലെ നമ്മുടെ ടെമ്പറേച്ചർ പുറത്തേക്ക് പോകില്ല. അല്ലെങ്കിൽ ടെമ്പറേച്ചർ നമ്മൾ ഇവിടെ സാധാരണ നമുക്ക് കാർമേഘങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളിലായിരിക്കില്ലേ ചൂട് കൂടുതൽ തോന്നാറ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാധാരണ ചൂടുള്ള ദിവസങ്ങളെക്കാളും കൂടുതൽ കാർമേഘങ്ങളൊക്കെ കൂടി നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ചൂട് കൂടുതൽ തോന്നാറില്ലേ? മഴക്കാറൊക്കെ വരുമ്പോ നല്ല ചൂടായിരിക്കുള്ളൂ. എന്താണ്? മഴക്കാറൊക്കെ ഇങ്ങനെ മഴക്കാലൊക്കെ വരുമ്പോ ഭയങ്കര മഴ പെയ്യണില്ല, എന്നാൽ മഴക്കാലം ഒത്തിരി ഉണ്ടെന്നാണ്. അങ്ങനെയാണ് നമുക്ക് ചൂട് സാധാരണ നോർമൽ ചൂടിനേക്കാളും ചൂട് കൂടുതലായിരിക്കും. അത് എന്തുകൊണ്ടാണ്? ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് വരുന്നത് കൊണ്ടാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള്
ഈ ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിന്റെ ലെവൽ, നമ്മുടെ ഭൂമിയിലെ ടെമ്പറേച്ചറിന്റെ ലെവൽ കൂടും. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്ട് വഴി കുറെ ആൾക്കാർ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടാ. ഈ നമ്മള് ഒരുപാട് മഞ്ഞൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഒത്തിരി മഞ്ഞുള്ള സ്ഥലങ്ങളിൽ നോർമൽ ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റുക. ആ ഒരു സ്ഥലത്ത് ഗ്രീൻ ഹൗസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് കൃഷിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഗ്രീൻ ഹൗസ് എഫക്ട് വരുമ്പോൾ നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട്. സോ ക്ലൈമാറ്റിക് ചേഞ്ചും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ വരുന്ന എൻവയോൺമെന്റൽ ത്രെഡ്സ് ആണ് ഡിഫോറസ്റ്റേഷൻ. ഡിഫോറസ്റ്റേഷൻ എന്താ? മരങ്ങളൊക്കെ വെട്ടി നിരത്തുക, അതേപോലെ കുന്നും മലയൊക്കെ ഇടിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അവിടെയൊക്കെ വീടൊക്കെ പണിയുക. അങ്ങനെയൊക്കെ പണിയുമ്പോൾ എന്താ പ്രശ്നം വരുന്നത്? നമ്മളെ എൻവയോൺമെന്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ഡിസ്റ്റർബ് ചെയ്യാണ്. നമ്മുടെ ഒരു എൻവയോൺമെന്റ് നമ്മുടെ അതിൻ്റെതായ ഒരു എക്കോസിസ്റ്റം ഉണ്ട്. ആ ഒരു എക്കോസിസ്റ്റത്തെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ അത് റിയാക്ട് ചെയ്യും. നമ്മള് ജൂണിലാണെന്ന് തോന്നുന്നു, ജൂൺ ജൂലൈ സമയത്ത് ഒരു വയനാട് ചുരൽമല മണ്ണിടിച്ചിലൊക്കെ നമ്മൾ കണ്ടതല്ലേ? ഓർമ്മയില്ലേ നിങ്ങള്? ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഏരിയ എന്താണ്, പരിസ്ഥിതി ലോല പ്രദേശമാണെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ എന്ത് പാടില്ല, മനുഷ്യവാസം പാടില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, മനുഷ്യരെന്ത് ചെയ്തു, കൂടുതലായിട്ട് പ്രകൃതിനെ ഇന്റർവെൻ ചെയ്ത് അല്ലെങ്കിൽ കുറെ പ്രകൃതിയിലേക്ക് കയറ്റം നടന്നുകൊണ്ടാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുന്നത്. സോയിൽ ഇറക്ഷൻ, മണ്ണിടിച്ചില്, ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡോഫ് എന്ന് വെച്ചാല് ഡെസേർട്ടിഫിക്കേഷൻ പറഞ്ഞാല് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാനൊരു റിപ്പോർട്ട് വായിച്ചതാണ്. ചൈനയിൽ ഡെസേർട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും അത് എന്ത് ചെയ്യാണ്, ഡെസേർട്ട് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പച്ചപ്പില്ലാതെ ഡെസേർട്ട് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഏരിയ മൊത്തമായിട്ട്. കൂടുതലായിട്ട് വലിയ രാജ്യമാണ് ചൈന എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു ഭാഗം ഡെസേർട്ട് ആണ്. ഈ ഡെസേർട്ട് കൂടിക്കൊണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ട് അവര് പ്ലാന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നടുന്നൊക്കെ ഉണ്ട്, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ ഈ ഡെസേർട്ട് എന്താണ് എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വരുന്ന പ്രശ്നമാണ് പൊല്യൂഷൻ ഓഫ് എയർ, വാട്ടർ, ലാൻഡ്, സൗണ്ട്. ഈ പൊല്യൂഷന് പിന്നെ ആസിഡ് പ്രസിപ്പിറ്റേഷൻ ആൻഡ് റെയിൻ. നിങ്ങൾ ആസിഡ് റെയിൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മള് ആസിഡ് റെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അറ്റ്മോസ്ഫിയറിലുള്ള എന്താ പറയാ അസിഡിക് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ഉപയോഗം കൂടുമ്പോൾ ആ ഒരു ഏരിയയിൽ ചിലപ്പോൾ ഒരു ചെറിയ പ്രദേശത്തായിരിക്കും. ഞാൻ ലാസ്റ്റ് കേട്ടത് ചൈനയിൽ എവിടെയോ ആസിഡ് റെയിൻ മഴ പെയ്തു എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രദേശത്ത് മാത്രം കുറച്ച് ആസിഡ് റെയിൻ ആണത് എന്താ പറയാ ഹ്യൂമൻ ബീങ്സിന് എന്താണ് ഡിഫക്റ്റീവ് ആയിട്ട് അഫക്ട് ചെയ്യുന്നതാണ്. പിന്നെ ടോക്സിക് വേസ്റ്റ് ഡിസ്പോസൽ. ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ടാവില്ല, വിഷാംശം ഉള്ള വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. പിന്നെ റിസോഴ്സ് ഡിപ്ലക്ഷൻ ആണ്. നമുക്കറിയാം നമ്മള് ഈ റിസോഴ്സസ്, നമ്മൾ നാച്ചുറൽ റിസോഴ്സും മാൻമെയ്ഡ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഈ റിസോഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നമുക്ക് ഉള്ള റിസോഴ്സുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡിപ്ലക്ഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, നമ്മുടെ ഭൂഗർഭ ജലം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡിപ്ലക്ഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, നമ്മുടെ കാടും മലകളും ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ചെറുപ്പത്തിലേക്ക് അത്രയും കാടും മല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഏരിയ ഒന്നും അത്രയും ഇപ്പില്ല. നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെയൊക്കെ വീടിന്റെ ചുറ്റുപാടൊക്കെ ചിലപ്പോ ഒരു വീട് കഴിഞ്ഞ് ഒത്തിരി ദൂരം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും മറ്റൊരു വീട് വരുന്നത്. അപ്പൊ അത്രയും ഭാഗം ചിലപ്പോ കാട് പോലെയൊക്കെ ആയിരിക്കും കിടന്നിരുന്നത്. പക്ഷെ അത് ഇപ്പൊ കുറഞ്ഞ് അവിടെയൊക്കെ എന്താണ്, ഇപ്പൊ എന്റെ വീടിന്റെ സ്ഥലം പറയും. എന്റെ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റൊരു വീടുണ്ടായിരുന്നു, ചുറ്റും കാടായിരുന്നു ഞാൻ സ്വന്തം വീട്. അപ്പോ അവിടെ നിൽക്കാനും ഭയങ്കര രസമാണ്, നല്ല കൂളിംഗ് ആയിരിക്കും. അതേപോലെ തന്നെ നല്ല കാമായിട്ടുള്ള, വണ്ടികളുടെ സൗണ്ട് ഒന്നും കേൾക്കാത്ത നല്ല കാമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും ആൾക്കാർ വീടൊക്കെ ആ കാടൊന്നും ഇല്ലാതെ നശിപ്പിച്ച് വീടൊക്കെ പണിതു, എല്ലാവരും വലിയ വീടൊക്കെ പണിതു. സോ ഈ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കാടും പ്രകൃതിയും ഭംഗിയും പ്രകൃതിയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കാട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയാണ്. ഡിപ്ലക്ഷൻ ഓഫ് ജനറ്റിക് വേരിയബിലിറ്റി, നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള വേരിയബിലിറ്റിയിൽ മാറ്റം വരുന്നുണ്ട്. ഡിപ്ലക്ഷൻ ഓഫ് ഓഷ്യൻസ്, ബാഡ് റിസോഴ്സസ്. നമ്മുടെ ഓഷ്യന്റെ വലിപ്പം എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട് അല്ലെ? ഞാൻ ന്യൂസിൽ തന്നെ വായിച്ചത് ഒരു ടൈം കഴിയുമ്പോഴേക്കും, എനിക്ക് തോന്നുന്നു 2050 ആവുമ്പോഴേക്കും 2050 ആവുമ്പോഴേക്കും ഈ ഇന്ത്യയുടെ പല ഭാഗങ്ങള് എന്തിന്റെ അടിയിലാകും, കടലിന്റെ അടിയിലാകും എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
ഗോവയൊന്നും ഉണ്ടാവില്ല, കേരളത്തിന്റെ പല ഭാഗങ്ങളും കടലിന്റെ അടിയിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ടായിരുന്നു അത് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഈ ടെമ്പറേച്ചറിൽ വരുന്ന വേരിയേഷൻ കാരണം തന്നെ സൗത്ത് പോൾ അല്ലെങ്കിൽ അന്റാർട്ടിക്ക ആ ഒരു റീജിയണിൽ എന്ത് ചെയ്യാണ്, മഞ്ഞ് ഉരുക്കാണ്. ആ വെള്ളം, ആ ശുദ്ധജലം ആ വെള്ളം എങ്ങനെയാ പോകുന്നത്, കടലിലേക്കാ പോകുന്നത്. അങ്ങനെ കടലിലേക്ക് പോകുമ്പോൾ കടലിലെ വെള്ളത്തിന്റെ എമൗണ്ട് കൂടുന്നു. അപ്പൊ നമ്മളുടെ കരകൾ കൂടുതലായിട്ട് നഷ്ടപ്പെട്ടു പോവാണ്. ഡിപ്ലക്ഷൻ ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സ്, നമ്മൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആയിട്ടുള്ള ഓയിൽ റിഫൈനറീസ്, കോൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഓയിലുകൾ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കണം. നോൺ റിന്യൂവബിൾ റിസോഴ്സ് നമുക്ക് ഇനി ഒരിക്കലും അത് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. ഒരുപാട് നൂറ്റാണ്ടുകളോളം പഴക്കം ഉള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് ഇനിയും ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് അത്രയും തന്നെ വർഷങ്ങൾ വേണ്ടിവരും. സോ അതും കുറഞ്ഞുകൊണ്ടിരിക്കണം. ഇതൊക്കെയാണ് റിസോഴ്സ് ഡിപ്ലക്ഷനിൽ വരുന്നത്. ഇനി പറയാൻ പോകുന്നതാണ് എനർജി ക്രൈസിസ്, ന്യൂക്ലിയർ എനർജി, റേഡിയേഷൻ, സിന്തറ്റിക് ഫ്യൂവൽസ്, ഇതെല്ലാത്തിനെയും ക്രൈസിസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ബയോളജിക്കൽ വെപ്പൺ റിസർച്ച് ആൻഡ് ന്യൂക്ലിയർ ആംറൈസ്, നമുക്കറിയാം ബയോളജിക്കൽ വെപ്പൺ റിസർച്ചിന്റെ കാര്യങ്ങൾ. അതേപോലെ നമുക്ക് വേൾഡ് വാർ 2 സമയത്തൊക്കെ എന്താ നടന്നതെന്നൊക്കെ നമുക്കറിയാം. അങ്ങനത്തെ ഒരു ഇതിലേക്ക് നമ്മൾ ചെല്ലാണ്. കോൺകറിങ് ഓഫ് ദ ഔട്ടർ സ്പേസ്, പിന്നെ നമ്മള് പുറത്തേക്ക് എന്ന് വെച്ചാൽ നമ്മളുടെ സ്പേസിന് പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒരു ഇത് ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോഴേ ഉണ്ട്. നമ്മുടെ ഈ ഭൂമി ഫുള്ളായിട്ട് നമ്മൾ നശിപ്പിച്ച് കഴിഞ്ഞിട്ട് മനുഷ്യരിനി പുറത്ത് എവിടെയാണ് ചൊവ്വയിലൊക്കെ പോയിട്ട് കോളനി പണിയും അല്ലെങ്കിൽ വീട് പണിയും എന്നൊക്കെയാ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? വേണ്ടാലോ. ഇത്രയും നല്ലൊരു എന്താ പറയാ, നല്ലൊരു ഭൂമി നമുക്കുണ്ട്. അതിന് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ജനറേഷൻ വേണമെങ്കിലും നമുക്ക് നമ്മളുടെ ഈ ഭൂമിയിൽ സുഖമായിട്ട് ജീവിക്കാനുള്ള അത്രയും റിസോഴ്സസും അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറും എവിടെയുണ്ട്, നമുക്ക് ഭൂമിയിലുണ്ട്. പിന്നെ നമ്മൾ എന്താ പുറത്തേക്ക് പോകുന്നത്, അത് മനുഷ്യരാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഇത്രയും നാള് ബാക്കിയുള്ള ജീവജാലങ്ങളല്ലായിരുന്നു പ്രശ്നം. ആരാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം? എനിക്ക് തോന്നുന്നു മനുഷ്യരാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. മനുഷ്യരില്ലായിരുന്നെങ്കിൽ ഈ ഭൂമി നല്ല രീതിയിൽ പോയാനായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോ നമ്മളെ ഭൂമി നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭൂമിയോട് തിരിച്ച്? നമുക്ക് ഇത്രയും കാര്യങ്ങൾ, നല്ല ശുദ്ധവായു തരുന്നുണ്ട്, നമുക്ക് ഫുഡ് തരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഭൂമിയെ തരുന്നത്. സോ ഭൂമിയോട് നമ്മൾ എന്താ തിരിച്ചു ചെയ്യേണ്ടത്? അതിനെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാം. അതിന് ദോഷം വരുന്ന ഒരു കാര്യങ്ങളും ചെയ്യരുത്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയിൽ നമുക്ക് ഒരുപാട് നാള് അല്ലെങ്കിൽ നമുക്കിനി വരാൻ പോകുന്ന തലമുറകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ പറ്റണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ പിന്നെ വേറെ ഗ്രഹത്തിൽ പോയിട്ട് അവിടെ താമസിക്കേണ്ടതൊക്കെ വരും. അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ ഭൂമി നമുക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നല്ല ഭൂമിയാണ് നമ്മുടെ. സോ ഇത് നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നാള് ഇവിടെ ജീവിക്കാനായിട്ട് പറ്റും. ഒത്തിരി ജനറേഷൻസ് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ മാൻ ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാൻ ആൻഡ് എൻവയോൺമെന്റ്, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ബന്ധം. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ എൻവയോൺമെന്റിന്റെ ഒരു മിനി നേച്ചർ ആണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ കാണുന്നത്. ഇപ്പൊ നമ്മളൊരു ട്രീ നമ്മളുടെ ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാവും അത് ട്രീ ആണെന്ന് അവൻ ക്ലാസ് റൂമിൽ കണ്ടിട്ടുണ്ട്. സോ അവൻ പുറത്തേക്ക് പോകുമ്പോൾ ഒരു ട്രീ കാണുകയാണെങ്കിൽ, ഒരു മരം കാണുകയാണെങ്കിൽ അവൻ പറയും അത് കണ്ടിട്ട് ഇത് മരമാണ് അല്ലെങ്കിൽ ട്രീ ആണ് എന്ന് പറയും. സോ നമ്മള് മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നമ്മുടെ മിനി വേൾഡിന്റെ അല്ലെങ്കിൽ നമ്മുടെ വേൾഡിന്റെ ഒരു മിനി നേച്ചർ ആണ് അല്ലെങ്കിൽ മിനി എൻവയോൺമെന്റ് ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. മനുഷ്യനും എൻവയോൺമെന്റും തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ട്, നല്ലൊരു നമുക്ക് ഇന്റർ കണക്റ്റഡ് ആണ്. മനുഷ്യനും പ്രകൃതിയും വളരെ ഇന്റർ കണക്റ്റഡ് ആണ്. സോ നമുക്ക് രണ്ടുപേരെ സപ്പോർട്ടോട് കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. സോ നല്ല രീതിയിൽ പ്രകൃതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ, അതായത് ദ്രോഹിച്ചൊന്നല്ല, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. ഓക്കെ, നമ്മളെ റിസോഴ്സ് ഒക്കെ നല്ല എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യണം. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ എൻവയോൺമെന്റൽ റിസോഴ്സ് ഒക്കെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. ഇതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. എന്തൊക്കെയാണ് റിന്യൂവബിൾ റിസോഴ്സ്, എന്താണ് റിസോഴ്സ് എന്ന് പറയുന്നുണ്ട്, എന്താണ് റിന്യൂവബിൾ റിസോഴ്സ്, എന്താണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ്, പിന്നെ സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സ് ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് ആണ്. എയർ പൊല്യൂഷൻ, പിന്നെ സൗണ്ട് പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ,
റേഡിയേഷൻ പൊല്യൂഷൻ, പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊല്യൂഷൻ കൂടി ഞാൻ ആഡ് ചെയ്തു, വാട്ടർ പൊല്യൂഷൻ. പിന്നെ ഈ പൊല്യൂഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടുകൾ, പിന്നെ എൻവയോൺമെന്റ് ത്രെഡ്സ് എന്തെല്ലാമാണ്, എൻവയോൺമെന്റ് ഭീഷണിയായിട്ടുള്ള എന്തെല്ലാമാണ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്ക് കേട്ടോ എല്ലാവരും. ആ ആക്ടുകൾ നോക്കുമ്പോ ആ ഇയർ കറക്റ്റ് ആയിട്ട് നോക്കണം കേട്ടോ. ഈ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഇയർ കറക്റ്റ് ആയിട്ട് നോക്കണേ. ശരിക്കും എല്ലാ ആക്ടിന്റെയും പഠിച്ചു വെച്ചോ, ചിലപ്പോ മാറി മാറി ചോദിക്കും. എന്നാലും എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഇയർ എപ്പോഴും ചോദിക്കാറുണ്ട്. അവരുടെ ഓപ്ഷൻ മാറ്റിയിട്ട് 1986 ഉണ്ടാവും, 1968 ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇയർ കിടക്കുന്നത്. അപ്പൊ അത് നല്ല രീതിയിൽ നോക്കുക കേട്ടോ. എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്ക് കേട്ടോ. റീഡ് ചെയ്തോ എല്ലാവരും? റീഡ് ചെയ്തോ? Yes, ma'am. ഓക്കെ, അതോടെ നമ്മൾ പാർട്ട് 4 അതിന്റെ പോർഷൻസ് തീർന്നു. ഞാൻ ഇനി എടുക്കാൻ പോകുന്നത് പാർട്ട് 3 പോർഷൻസ് ആണ് കേട്ടോ. പാർട്ട് 3 നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ ഓക്കെ, നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ഈ ചാപ്റ്ററിന്റെ ഉള്ളിലേക്ക് പോകില്ല. ഇന്ന് കുട്ടികൾ കുറവല്ലേ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ക്ലാസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോർമലൈസേഷൻ എന്താണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോർമലൈസേഷൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഡീവിയേഷൻ എന്താന്ന് നോക്കാം. ഓക്കെ, ഈ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് അവന് കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടാവും. പക്ഷെ അവന്റെ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു ഇത് തടസ്സപ്പെട്ടിരിക്കുകയായിരിക്കും, ഒബ്സ്ട്രക്കിൾസ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. എന്ന് വെച്ചാല് അവനിപ്പോ കളിക്കാൻ പുറത്ത് പോയി കളിക്കണമെന്നുണ്ടാവും, പക്ഷെ അവനത് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീവിയേഷൻ എന്ന് പറയുന്നത്. Deviation occurs when the child has the will to act but his movements are restricted.
ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് ചെയ്യണം എന്നുണ്ട്, പക്ഷെ അവന്റെ മൊമെന്റ്സ് അവന് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അത് റിസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്, നിയന്ത്രിച്ചിരിക്കുകയാണ്. വെൻ ഹി ഗോട്ട് ഇൻട്രസ്റ്റ് ബട്ട് ഇറ്റ് നെസസിറ്റി മീറ്റ്സ്, അതായത് ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ അത് ചെയ്യാനായിട്ട് അവനെ കൊണ്ട് പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷനെയാണ് നമുക്ക് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ മുതിർന്നവരുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ദിസ് വിൽ ബി അഡൾട്ട് ഈസ് ഓൾട്ടർനേറ്റഡ്, ചില ആ മുതിർന്നവര് അല്ലെങ്കിൽ പാരന്റ്സ് അവനെ വിടാത്തതായിരിക്കും. അവന് പുറത്ത് പോയി കുട്ടികളുടെ ഒപ്പം നല്ല രീതിയിൽ കളിക്കണം, കുട്ടികളോട് നല്ല രീതിയിൽ എൻഗേജ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ മുതിർന്നവർ എന്ത് ചെയ്യില്ല, സ്ട്രിക്റ്റ് ആയിട്ട് പുറത്ത് മറ്റു കുട്ടികളോട് കളിക്കാനൊന്നും വിടില്ല. This is when the parents do not allow the child to improve his personality. അതേപോലെ തന്നെ ഡീവിയേഷൻ വരുമ്പോ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് ആരും അലൗ ചെയ്യില്ല, പാരന്റ്സ് അലൗ ചെയ്യില്ല. ശരിക്കും എന്താണോ പാരന്റ്സ് ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും നമ്മൾ കുട്ടികളുടെ അടുത്ത് അടിച്ചേൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ പാരന്റിന്റെ അതേ പേഴ്സണാലിറ്റി ഫോളോ ചെയ്യാനായിട്ട് കുട്ടീനോട് പറയും. അങ്ങനെ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീവിയേഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അപ്പൊ അവിടെ കുട്ടിയുടെ സ്വയം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല, പാരന്റിന്റെ പേഴ്സണാലിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കുട്ടീനെ ഇമ്പോസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളായാലും നമ്മുടെ ഫ്രണ്ട്സ് സർക്കിൾസിലോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിലോ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ചിലപ്പോൾ പാരന്റ്സിനെ പോലെ തന്നെ ഹസ്ബൻഡിനെ വൈഫിനെ പോലെ തന്നെ പെരുമാറുന്ന കുട്ടികളായിരിക്കും. ഒരു കുട്ടി ശരിക്കും പറഞ്ഞാൽ പാരന്റ്സിനെ കോപ്പി ചെയ്ത് നല്ല കാര്യമാണ്, പാരന്റ്സിന്റെ നല്ല ക്യാരക്ടറൊക്കെ കോപ്പി ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ അവൻ A to Z എങ്ങനെയാണോ അവന്റെ അച്ഛൻ പെരുമാറുന്നത് അതേപോലെ തന്നെ പെരുമാറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഡീവിയേഷൻ ആണ്. അവന് പ്രോപ്പർ ആയിട്ട് എന്ത് നടന്നിട്ടില്ല, അവിടെ ഡെവലപ്മെന്റ് നടന്നിട്ടില്ല. നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റ് അല്ലെങ്കിൽ മോണ്ടിസോറി ടീച്ചേഴ്സ് ആവുമ്പോൾ നമ്മൾ ഈ ഡീവിയേഷൻ ആ കുട്ടിക്ക് എന്ത് ടൈപ്പ് ഡീവിയേഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. പല കുട്ടികൾ ഉണ്ടാവും, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, നോട്ടി ചിൽഡ്രൻസ് ഉണ്ടാവും, വീക്ക് ചിൽഡ്രൻസ് ഉണ്ടാവും. അപ്പൊ പല ടൈപ്പ് കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്ത് വരും. ഒരു ക്ലാസ്സിൽ തന്നെ പല കാറ്റഗറീസ്, ഓരോ കുട്ടികളും ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്. അപ്പൊ പല ക്യാരക്ടറുള്ള കുട്ടികളായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നത്, കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വന്നത്. സോ നമുക്ക് ആ കുട്ടിക്ക് എന്താണ് പ്രശ്നം, ശരിക്കും പറഞ്ഞാൽ കുട്ടികളായിരിക്കില്ല പ്രശ്നം, കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആയിരിക്കും പ്രശ്നം. അപ്പൊ നമ്മൾ ആ കുട്ടി ഭയങ്കര വയലന്റ് ആണ്, ആ കുട്ടി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്, ഭയങ്കര ടെമ്പർ ആണ്, ഭയങ്കര ദേഷ്യക്കാരനാന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അവന്റെ പ്രശ്നം എന്ന് മനസ്സിലാക്കാം. ചിലപ്പം അവന്റെ പ്രശ്നം സ്നേഹമോ അല്ലെങ്കിൽ ലവോ അല്ലെങ്കിൽ കെയറോ കിട്ടായ്മയായിരിക്കും. അവന് പാരന്റ്സ് ചിലപ്പോൾ അടുത്തുണ്ടാവില്ല, അല്ലെങ്കിൽ അവൻ വളരുന്നത് ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒപ്പം ആയിരിക്കും, അല്ലെങ്കിൽ അവന് സിംഗിൾ പാരന്റിങ് ആയിരിക്കും. ഇതെല്ലാം കുട്ടികളുടെ ക്യാരക്ടറിനെ അഫക്ട് ചെയ്യുന്നില്ല. സോ എന്താണ് അവന്റെ പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്യുക, ആ പ്രശ്നത്തിന് നമ്മളെ കൊണ്ട് എന്ത് പരിഹാരം കണ്ടെത്താൻ പറ്റും. അപ്പോ ചിലപ്പോൾ സ്നേഹം കിട്ടാത്തൊരു കുട്ടിയാണ് അല്ലെങ്കിൽ പാരന്റ്സ് കൂടെ ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ നമുക്ക് ആ കുട്ടീനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എന്താ പറയുക, എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അവനെ സ്നേഹിക്കുകയും നല്ല രീതിയിൽ കെയറിങ് കൊടുക്കുകയും നമ്മള് പതുക്കെ അവനെ നമ്മളും അവനായിട്ട് ചെറിയൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുകയും പിന്നെ നമ്മളുടേതായ മെറ്റീരിയൽസ്, നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്യിപ്പിക്കുകയും അങ്ങനെ അവരെ കൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്യിപ്പിക്കാം, നമ്മൾ പാരറ്റിക്സ് ഒക്കെ യൂസ് ചെയ്ത് ഓരോ വർക്കും ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഈ കുട്ടികളിൽ ഒത്തിരി മാറ്റം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വർക്ക് ചെയ്യിപ്പിക്കാം. സോ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിലൂടെ അവർ റിപ്പീറ്റ് ആയിട്ട് ഈ വർക്കുകൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നു. അപ്പൊ ഈ വർക്കിലൂടെ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു കാര്യം ഒരുപാട് നേരം നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു വർക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. സോ അങ്ങനെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കിട്ടി. ദെൻ അവർക്ക് പിന്നെ അവർ കൂടുതലായിട്ട് ഇപ്പൊ നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അവരെ എന്തായാലും ഒബീഡിയന്റ് ആയിട്ട് മാറും. നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ട് നിർബന്ധിച്ച് അവരെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒബീഡിയന്റ് ആക്കുന്നത് ഓട്ടോമാറ്റിക്കലി അവരിവിടെ കാണുന്നത് എന്താണ്, മറ്റു കുട്ടികളെല്ലാവരും ഒബീഡിയന്റ് ആണ്, നല്ല ഡിസിപ്ലിൻ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കണ്ട് അവരത് ഓട്ടോമാറ്റിക്കലി അവരും അത് എന്ത് ചെയ്യാൻ നോക്കും, ശീലിക്കും, അവരും അത് പ്രാക്ടിക്കൽ ആക്കാൻ നോക്കും. സോ ഓട്ടോമാറ്റിക്കലി അവരെന്തായിട്ട് മാറും, ഒബീഡിയന്റ് ആയിട്ട് മാറും. സോ ദെൻ അവര് എന്ത് ചൈൽഡായിട്ട് മാറും, ഈ ഡീവിയേറ്റഡ് ചൈൽഡിനെ വർക്ക് ചെയ്യിക്കുന്നതിലൂടെ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ചൈൽഡ് ആക്കി മാറ്റാൻ പറ്റും, നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റാനായിട്ട് പറ്റും. ത്രൂ വർക്കിംഗ് ആണ്. ഒരു കുട്ടി ഡീവിയേറ്റഡ് ചൈൽഡ് ആണെങ്കിൽ ആ കുട്ടിയെ നമുക്ക് നോർമലൈസ്ഡ് ആക്കാനായിട്ട് പറ്റണം എന്നുണ്ടെങ്കിൽ അവനെ ത്രൂ വർക്കിങ്ങിലൂടെയാണ് നമുക്ക് അവൻ എന്ത് പറയുന്നത്, നോർമലൈസ്ഡ് ചൈൽഡ് ആവാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഒക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ നമ്മൾ പറയാറുണ്ട് എന്താണ്, എ സൗണ്ട് മൈൻഡ് ഈസ് ഓൺലി ഇൻ സൗണ്ട് ബോഡി.
നല്ല സൗണ്ട് ആയിട്ടുള്ള മൈൻഡ് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, നല്ല സൗണ്ട് ആയിട്ടുള്ള ബോഡിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ മെന്റൽ എനർജിയും ഫിസിക്കൽ എനർജിയും ഒരുമിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു കാര്യം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സുണ്ട്, പക്ഷെ നമുക്ക് നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മുടെ മെന്റൽ എനർജി ഫിസിക്കൽ എനർജിയും ഒരുമിച്ച് അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു കുട്ടി ഒരു വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു വർക്ക് ചെയ്യണമല്ലോ, അപ്പൊ അവരുടെ മെന്റൽ എനർജിയും ഫിസിക്കൽ എനർജിയും അവിടെ ഒരുമിച്ച് വർക്ക് ചെയ്താലേ ആ ഒരു വർക്ക് അവന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അങ്ങനെ വർക്ക് ചെയ്യുന്നതിലൂടെ ആ കുട്ടിക്ക് കോൺസെൻട്രേഷൻ പവർ കൂടാനായിട്ട് കാരണമാക്കും. ഓക്കെ, നമുക്ക് നോർമലൈസേഷൻ എന്താണെന്ന് വായിച്ചു നോക്കാം. Dr. Montessori discovered that new normalized childhood frequently emerged as the result of being complete harmony with his entire environment. അവന്റെ ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് മോണ്ടിസോറി എൻവയോൺമെന്റ് അല്ലെങ്കിൽ മോണ്ടിസോറി ക്ലാസ് റൂം ഒക്കെ ആയിട്ട് മോണ്ടിസോറി ക്ലാസ് റൂം ഒക്കെ ആയിട്ട് അവർക്ക് കുറച്ചും കൂടി എങ്ങനെയായിരിക്കും, ഭയങ്കരമായിട്ട് അവർ ഈ ഒരു എൻവയോൺമെന്റിലേക്ക് എന്താണ് നോർമലൈസ്ഡ് ആയിട്ടുള്ള ചൈൽഡ് ഭയങ്കര ഹാർമണി ആയിരിക്കും, ഭയങ്കര ഒത്തൊരുമയോട് കൂടി നല്ല ഐക്യത്തോടു കൂടിയായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്നത്. She developed her special method based on this disclosure. ഈ ഒരു ഡിസ്ക്ലോഷറിന്റെ ബേസിലാണ് മോണ്ടിസോറി ഒരു സ്പെഷ്യൽ മെത്തേഡ് മോണ്ടിസോറി മെത്തേഡ് ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്നത്. Montessori described this is the process of fundamental changes in the child as normalization. നമ്മൾ ഈ കുട്ടികളിൽ വരുന്ന ഈ മാറ്റത്തെ മൊത്തമായിട്ട് നമ്മൾ പറയുന്നത് ഡീവിയേറ്റഡ് ചൈൽഡിനെ വർക്ക് ചെയ്യിക്കുന്നതിലൂടെ വരുന്ന ഈ മാറ്റത്തെ, അവന് കിട്ടുന്ന കോൺസെൻട്രേഷനും അവന് കിട്ടുന്ന പേഷ്യൻസും അതേപോലെ ഡിസിപ്ലിനും ഒബീഡിയൻസും എല്ലാം എന്തിന്റെ ഭാഗമാണ്, എന്താണെന്നാ പറയുന്നത്, നോർമലൈസേഷന്റെ ഭാഗമാണ്. സോ ഡീവിയേറ്റഡ് ചൈൽഡ് ആരായിട്ട് മാറുകയാണ്, നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറാണ്. Among the relation the child has brought us, there is one fundamental important. മെയിൻ ആയിട്ട് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറയുന്നത്, ദ ഫിനോമിന ഓഫ് നോർമലൈസേഷൻ ത്രൂ വർക്ക്. നമുക്ക് നോർമലൈസേഷൻ എങ്ങനെ മാത്രമേ നമുക്ക് പറ്റുള്ളൂ, ത്രൂ വർക്കിലൂടെ മാത്രമേ നമുക്കത് അക്യൂർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ആ കോട്ട് കേട്ടിട്ടുണ്ടോ? പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? എന്താ റെസ്പോണ്ട് ചെയ്യാത്ത ആരും? കേട്ടിട്ടുണ്ട്. പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. നമ്മളൊരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യുകയാണെങ്കിലായിരിക്കും നമ്മൾ എന്താകുന്നത്, പെർഫെക്റ്റ് ആകുന്നത്. ഓക്കെ, ഞാനൊരു ചെറിയൊരു കഥ പറയാം. രണ്ട് കുട്ടികൾ, സെയിം ഏജിലുള്ള രണ്ട് കുട്ടികൾ, ടീനേജ് ആണ്, രണ്ട് പെൺകുട്ടികളാണ്. അവരില് ഒരു കുട്ടി നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കും, നല്ല രീതിയിൽ എന്ത് ചെയ്യും, അവാർഡൊക്കെ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, കലോത്സവങ്ങളിലൊക്കെ നല്ല പ്രൈസുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മറ്റൊരു കുട്ടി എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ അതേ കാലഘട്ടത്തിൽ ആയതുകൊണ്ട് തന്നെ അവള് നന്നായിട്ട് കളിക്കുന്നതുകൊണ്ടും ഇവൾ എപ്പോഴും സെക്കൻഡ് ആവാറ്. അങ്ങനെ കലോത്സവത്തിലേക്കൊക്കെ പോകാനുള്ള അവസരങ്ങളൊന്നും ആർക്ക് കിട്ടിയിട്ടില്ല, രണ്ടാമത്തെ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. ഇവർ രണ്ടുപേരും മുതിർന്നു, പഠിത്തമൊക്കെ കഴിഞ്ഞു, ദെൻ അവർ കല്യാണമൊക്കെ കഴിച്ചു. ഈ പ്രൈസ് ഒക്കെ കിട്ടിയ കുട്ടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ജോലിയിലേക്കൊക്കെ പോയി, ജോലി, ഹൗസ് വീട്ടിലെ ജോലികൾ, അതേപോലെ കുട്ടികളുടെ കാര്യം, ഹസ്ബൻഡിന്റെ കാര്യം, അങ്ങനെ ബിസി ലൈഫ് എന്ത് ചെയ്യാണ്, റൺ ചെയ്യാണ്. രണ്ടാമത്തെ കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് പഠിച്ചു, പക്ഷെ ജോലിയൊന്നും കിട്ടിയില്ല. പക്ഷെ ആളുടെ കയ്യിൽ ഉണ്ടായിരുന്ന എന്താണ്, ഡാൻസ് ആയിരുന്നു. സോ ഡാൻസിനോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ആൾ എന്ത് ചെയ്തു, ഡാൻസ് ടീച്ചർ ആയിട്ടാണ് മാറുന്നത്. ഡാൻസ് ഇപ്പോഴും ഫോളോ ചെയ്യാം, ഡാൻസ് കണ്ടിന്യൂ ചെയ്തിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ ഒരു റീയൂണിയൻ വന്നു. ഇവരുടെ 10th ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും കൂടി റീയൂണിയൻ വെച്ച സമയത്ത് റീയൂണിയൻ വന്നു. അപ്പൊ അറിയാലോ, റീയൂണിയനിൽ പണ്ടത്തെ കലാപ്രതിഭകളൊക്കെ വീണ്ടും വന്ന് പാട്ടുപാടും ഡാൻസ് ഒക്കെ ചെയ്യും. അപ്പൊ സ്റ്റേജിലേക്ക് ആരെ വിളിച്ചു, ഈ കലോത്സവത്തിനൊക്കെ ഫസ്റ്റ് ഒക്കെ കിട്ടിയ കുട്ടീനെ ആദ്യം സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ആളോട് പെർഫോം ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പൊ ആള് പെർഫോം ചെയ്തപ്പോ ആള് കാര്യങ്ങളൊക്കെ മറന്നുപോയി. കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടല്ലായിരുന്നു പെർഫോം ചെയ്തത്. കാരണം ഒത്തിരി നാളായി ഡാൻസ് ഒക്കെ വിട്ടിട്ട്, പിന്നെ വർക്കും ജോബും കുട്ടികളും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവരത് വിട്ടുപോയി. സോ ആള് ഡാൻസ് കളിച്ചപ്പോ അത്ര പെർഫെക്ഷൻ, പണ്ട് കളിച്ചത്രയും പെർഫെക്ഷൻ തോന്നിയില്ല. രണ്ടാമത്തെ കുട്ടി
ഞാൻ പറഞ്ഞില്ലേ ആൾക്ക് വർക്ക് ഡാൻസ് ടീച്ചറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നതാ, ഡെയിലി പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ ആള് ഡാൻസ് കളിച്ചപ്പോ എന്താണ് ആള് നല്ല പെർഫെക്റ്റ് ആയിട്ട് കളിച്ചു. എന്ന് വെച്ചാല് ആദ്യത്തെ കുട്ടി കളിച്ചതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ടായിരുന്നു ആര് കളിച്ചത്, രണ്ടാമത്തെ കുട്ടി കളിച്ചത്. സോ ഇവിടെ വന്ന ഡിഫറൻസ് എന്താണ്, പ്രാക്ടീസ് ആണ് അല്ലെ. രണ്ടുപേർക്കും ഒരാൾക്ക് ഇല്ലാഞ്ഞത് പ്രാക്ടീസ്, മറ്റൊരാൾക്ക് ഉള്ളത് പ്രാക്ടീസ് ആണ്. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ് ഒരു കാര്യം, നമ്മൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൽ എന്തായിട്ട് മാറും, പെർഫെക്റ്റ് ആയിട്ട് മാറും എന്നാണ് ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് മനസ്സിലായത് അല്ലെ. പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. നോർമലൈസേഷൻ എങ്ങനെയാണ്, ഓക്കെ, പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. നമ്മളായാലും നമ്മൾ ക്ലാസ് ഒരു ദിവസം സെമിനാർ ടീച്ചർ തന്നിട്ടുണ്ടെങ്കിൽ അത് ആദ്യം എടുത്തപ്പോൾ ചിലപ്പോൾ ബോറായിരിക്കും, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി തന്നു, ഒരു ആക്ഷൻ സോങ് തന്നു, ആദ്യം ക്യാമറയൊക്കെ ഓൺ ചെയ്ത് എടുത്തപ്പോൾ ചിലപ്പോൾ വിറച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും, അങ്ങനെ വന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മളത് വീണ്ടും വീണ്ടും ചെയ്യാണ്, സൈനിന്റെ ഭാഗമായിട്ട് അതേ ആക്ഷൻ സോങ് ചെയ്യാണ്, സൈൻ ഔട്ടിന്റെ ഭാഗവും അത് ചെയ്യാണ്, വീണ്ടും നമ്മളത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിട്ട് മാറും, അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പഠിക്കും. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ ത്രൂ പ്രാക്ടീസിലൂടെ, ത്രൂ വർക്കിങ്ങിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും അതേ ആക്ടിവിറ്റി, സെയിം ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ ആരായിട്ട് മാറും, നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറും. ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമലൈസേഷൻ എന്ന് പറയുന്നത്. നോർമലൈസേഷൻ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, ത്രൂ വർക്കിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നോർമലൈസേഷൻ അക്യൂർ ചെയ്യാൻ പറ്റുന്നത്. It is certain that the child attitude for the work represent a vital instinct. For without work, his personality cannot be organized itself and deviate from the normal line of its construction. Okay. അപ്പൊ നമ്മൾ ഒരു വർക്കും ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി അവിടെ റിസ്ട്രിക്റ്റഡ് ആവാണ്, അല്ലെങ്കിൽ അവൻ നോർമൽ ആ ലൈൻ ഓഫ് കൺസ്ട്രക്ഷനിൽ നിന്ന് വ്യതിചലിച്ച് മറ്റൊരു രീതിയിലേക്ക് പോകുന്നു. മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. അപ്പൊ മാൻ ബിൽഡ് ഹിംസെൽഫ് ത്രൂ വർക്കിങ്ങിന്റെ മറ്റൊരു കോട്ടാണ് എന്ത്, പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ് മീൻസ് എന്താണ്, പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. ഒരു വ്യക്തിനെ പെർഫെക്റ്റ് ആക്കണമെങ്കിൽ പ്രാക്ടീസ് വേണം. അതേപോലെ തന്നെയാണ് കുട്ടികളെ നോർമലൈസ്ഡ് ആക്കണമെങ്കിൽ ത്രൂ വർക്കിങ്ങിലൂടെയാണ് നമുക്ക് നോർമലൈസ്ഡ് ആക്കാനായിട്ട് പറ്റുള്ളൂ എന്നാണ് മോണ്ടിസോറി പറയുന്നത്. വീണ്ടും വീണ്ടും ആക്ടിവിറ്റീസ് കൊടുക്കുക, വീണ്ടും വീണ്ടും അവരെ കൊണ്ട് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നതിലൂടെ മാത്രമാണ് അവരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെർഫെക്റ്റ് ആക്കാനായിട്ട് പറ്റുള്ളൂ. According to Montessori, in a growing child, there are two streams of body. നമുക്ക് ഒരു കുട്ടിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിൽ കുട്ടിയുടെ എനർജിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. മസ്കുലാർ എനർജി, മെന്റൽ എനർജി. മസ്കുലാർ എനർജി എന്ന് വെച്ചാൽ ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അവന്റെ മസിൽസിന് ഓക്കെ ആണോ, നല്ല ആരോഗ്യമുണ്ടോ, ഓക്കെ ആണോ, അവൻ കറക്റ്റ് ആയിട്ട് ചെയ്യോ എന്നുള്ളതാണ് മസ്കുലാർ എനർജി വരുന്നത്. മെന്റൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവന്റെ മൈൻഡ് ഓക്കെ ആണോ, ഒരു ആക്ടിവിറ്റി ചെയ്യാൻ അവൻ മെന്റലി ഓക്കെ ആണോ, അവന് നല്ല, അതാണ് മെന്റൽ എനർജി വരുന്നത്. ഒരു ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും, നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ മൈൻഡ് ഇവിടെ അല്ല, ഞാൻ ഇങ്ങനെ ആവേണ്ടതല്ലായിരുന്നു, ഞാൻ വേറെ എന്തെങ്കിലും ഫീൽഡിലേക്ക് പോകേണ്ടതാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരിക്കലും സക്സസ് ആവാനായിട്ട് പറ്റില്ല. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ടീച്ചർ ആവണം, എനിക്ക് ടീച്ചർ ആയേ പറ്റൂ എന്നുള്ളൊരു പാഷൻ മനസ്സിലുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ മനസ്സിൽ ആ ഒരു പാഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്താണ് വരുന്നെങ്കിൽ എന്തായാലും നിങ്ങൾ നല്ല ടീച്ചർമാരായിട്ട് മാറും. സോ നമ്മുടെ മൈൻഡും ബോഡിയും ഒരു സ്ഥലത്ത് ആണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, നല്ല രീതിയിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും ഭാഗ്യം ചെയ്തവരാരാന്നറിയാവോ, നമ്മുടെ പാഷൻ തന്നെ പ്രൊഫഷനായിട്ട് സെലക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ, നമ്മുടെ പാഷൻ എന്താണോ അത് തന്നെ പ്രൊഫഷനായിട്ട് കിട്ടുന്ന ആൾക്കാര്, അവർ ഭയങ്കര ലക്കി ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, എന്റെ പാഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ടീച്ചിങ് ആണ് എന്റെ പാഷൻ. അപ്പൊ എന്റെ പ്രൊഫഷൻ എന്താണ്, ഞാൻ ഇപ്പൊ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രൊഫഷൻ എന്താണ്, ടീച്ചിങ് തന്നെയാണ് എന്റെ പ്രൊഫഷൻ. സോ ഞാൻ വളരെ ഹാപ്പി ആണ്. എന്ന് വെച്ചാൽ എനിക്ക് മുമ്പ് ഞാൻ വർക്ക് ചെയ്ത അക്കൗണ്ടന്റ് ഒക്കെ ആയിട്ടാണ്. സോ അതെനിക്ക് അത്രയും പാഷനായിട്ട്, പാഷനല്ല, വർക്കിന്റെ ഭാഗമാണ്. സോ ആ സമയത്തും എനിക്ക് എന്തോ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ, നമ്മൾ നീഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. സോ നിങ്ങൾ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് കിട്ടാത്ത പോലെ തോന്നില്ല, നമ്മൾ ആ വർക്ക് ചെയ്തിട്ടും നമുക്ക് എവിടെയോ എന്തോ ഒരു തൃപ്തിക്കുറവ് പോലെ. പക്ഷേ ഇല്ലേ, നമ്മൾ അത് മാറി
ടീച്ചിങ്ങിലേക്ക് വരാനായിട്ട് കുറെ സ്റ്റേജസ് എന്റെ ലൈഫിൽ കുറെ കാര്യങ്ങൾ അത് അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ടീച്ചിങ് ഞാൻ സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ വളരെ ഹാപ്പിയോട് കൂടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കാരണം അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയല്ലേ. ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഭയങ്കര ഹാപ്പിനെസ്സോട് കൂടി നമുക്ക് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇത്രയും ടഫാണ്. നമുക്ക് ഭയങ്കര സ്ട്രെസ്സും അതേപോലെ ഭയങ്കര ടെൻഷൻസ് ഒക്കെ ആയിരുന്നു. നമുക്കറിയാം അക്കൗണ്ട് ജോബ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രെസ്സും അതേപോലെ ടെൻഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതിൽ നിന്നൊക്കെ വിട്ട് ടീച്ചിങ്ങിലേക്ക് വന്നപ്പോൾ ഭയങ്കര ഒരു കാം അല്ലെങ്കിൽ നല്ലൊരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. കാരണം ഒരു ക്ലാസ് എടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്ലാസ്സുകൾ എടുക്കാന്നുള്ളത്. മൈൻഡും ബോഡിയും ഒരുമിച്ച് വർക്ക് ചെയ്യാണ് ഒരു കാര്യം. ഇതിന് വേണ്ടിയിട്ട് മൈൻഡ് ബോഡിയും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക നല്ല രീതിയിൽ അത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും ടീച്ചർ ആവണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ മൈൻഡും ഈ ബോഡിയും അല്ലെങ്കിൽ നമ്മൾ മനസ്സും ശരീരവും പ്രിപ്പയർ ആയിട്ടിരിക്കുന്നത്. ഓരോ ആക്ടിവിറ്റീസ് ഞാൻ തരുമ്പോഴും അതെല്ലാം ചെയ്യേണ്ടത് രണ്ടും നമ്മുടെ മെന്റൽ എനർജി മസ്കുലർ എനർജി ഇൻക്ലൂഡ് രണ്ടും കൂടി ഒരുമിച്ച് വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ആക്ടിവിറ്റി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. According to Montessori, in a growing child, there are two streams of body, especially the muscular energy expended in voluntary movements. നമ്മുടെ വോളണ്ടറി മൂവ്മെന്റ്സിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ ഓടാൻ പറ്റുന്നത്, ചാടാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ. The second is mental energy of intellectual and will. നമ്മുടെ ബുദ്ധിയും അതേപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും. These are two aspects of personality. നമ്മുടെ പേഴ്സണാലിറ്റിയുടെ രണ്ട് ആസ്പെക്ട് ആണ് മൈൻഡ് ആൻഡ് ബോഡി. ഷുഡ് നെവർ ബിക്കം ഡിവോഴ്സ്ഡ്. നമ്മുടെ മനസ്സ് ഒരിക്കലും ശരീരത്തെ ഉപേക്ഷിക്കരുത് എന്ന് പറയും. അങ്ങനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡീവിയേറ്റഡ് ആണ്. നമ്മുടെ മനസ്സും ശരീരം ഒരുമിച്ചാണെങ്കിൽ, എപ്പോഴും ഒരുമിച്ചാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇൻസ്റ്റന്റ് ദീസ് ടു ഷുഡ് വർക്ക് ഇൻ യൂണിസൺ. ഈ മൈൻഡും ബോഡി നമ്മൾ ഒരുമിച്ചായിരിക്കണം വർക്ക് ചെയ്യുന്നത്. നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണ് എന്നൊക്കെ പറയാറില്ലേ. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ മൈൻഡും ബോഡി എന്തായിരിക്കും ഒരുമിച്ചല്ലാതെ വരുന്ന സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ വരുന്നത്. അതർവൈസ് ദ ചൈൽഡ് ബിക്കം ഡീവിയേറ്റഡ്. അല്ലാത്ത പക്ഷം മൈൻഡും ബോഡിയും ഒരുമിച്ചല്ല വർക്ക് ചെയ്യുന്നെങ്കിൽ ആ കുട്ടി ഡീവിയേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഡീവിയേഷൻ സംഭവിക്കും. അപ്പൊ നമ്മൾ ഒരു കുട്ടിയെ നോർമലൈസ്ഡ് ആക്കാനായിട്ട് നമ്മൾ പറയുന്നത് മോണ്ടിസോറി പറയുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രൂ വർക്കിംഗ് ആണ്. ത്രൂ വർക്ക് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് ആ കുട്ടിയെ എന്താ മാറ്റാൻ പറ്റുള്ളൂ, നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റാനായിട്ട് പറ്റുള്ളൂ. മാൻ ബിൽഡ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. ഒരു മനുഷ്യനെ ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? വർക്കിങ്ങിലൂടെയാണ്. ത്രൂ വർക്ക്. നമ്മൾ ആ വർക്കിലൂടെ മാത്രമാണ് ആ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോ ഇതാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ എന്തെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോർമലൈസേഷനും എന്താണ് ഡീവിയേഷൻസ്, അതേപോലെ എന്തൊക്കെ ക്ലാസ് ഓഫ് ഡീവിയേഷൻ ഉണ്ടെന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണേ. എന്നിട്ട് നമുക്ക് അതിൽ മനസ്സിലാക്കാനൊക്കെ പറ്റും. നിങ്ങൾ ഈ കുട്ടിക്ക് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ കുട്ടി നോർമലൈസ്ഡ് ചൈൽഡ് ആണോ, ഡീവിയേറ്റഡ് ചൈൽഡ് ആണോ, ഇനി ഡീവിയേറ്റഡ് ചൈൽഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് പറ്റും ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക്. ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. Thank you, ma'am. Have a nice day. Thank you. Have a nice day all. Thank you.